ഇവിടെ തന്നെ ഇപ്പൊ വിളിക്കുന്നു. എന്നാ സോഫി മോളെ? ആ, ഞാൻ വരെ കുറച്ച് താമസിക്കും. നീ കാര്യം എന്നാന്ന് വെച്ചാ പറ. എന്ത് മേടിച്ചോണ്ട് വരാൻ? ഇതൊക്കെ നിനക്കെന്തിനാ? അതെ, ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നാരങ്ങയും പിഴിഞ്ഞ് ഒരാഴ്ച കഴിച്ചാൽ തടി കുറയൊന്നും നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ സോഫി മോളെ, യൂട്യൂബിൽ അങ്ങനെ പലതും കാണും. അതൊക്കെ വിശ്വസിച്ച് ചെയ്യുന്നതേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. ഒരാഴ്ച കൊണ്ട് തടി കുറയുമെന്ന്. എടി, തടി കുറയണമെങ്കിലേ ആദ്യം നിന്റെ ഈ ആക്രാന്തം പിടിച്ചുള്ള കഴിപ്പൊന്ന് നിർത്ത്. ഇല്ല, ഞാൻ ദിവസവും കാണുന്നതല്ലേ നിന്റെ ആഹാരത്തോടുള്ള ആർത്തി. ആ ശരി ശരി, നീ കിടന്ന് ദേഷ്യപ്പെടണ്ട, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നീ എന്നെ എങ്കിലും കാണിക്ക്. തടി കുറയ്ക്കാനുള്ള കുറുക്ക് വഴികൾ നോക്കുക. ആഹാരത്തോടുള്ള ആർത്തി കുറയ്ക്കാൻ പറഞ്ഞ അത് കേക്കത്തില്ല. ആർത്തി? ഹേയ്, ഞാൻ എന്റെ ഭാര്യയുടെ കാര്യം പറയുമായിരുന്നു. അവൾക്ക് വണ്ണം കൂടുന്നു എന്നൊരു തോന്നല്. തോന്നലല്ല, സത്യം തന്നെയാ. കുറെയായി വണ്ണം കുറയ്ക്കാൻ വേണ്ടി അവള് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഫുഡ് കുറയ്ക്കാൻ പറഞ്ഞ അത് കേക്കത്തില്ല. ഓരോ ദിവസവും യൂട്യൂബ് നോക്കി ഓരോന്ന് പരീക്ഷിക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. പണ്ടത്തെ പോലെ ഇവരൊന്നും ഇപ്പൊ ദേഹം എനിക്ക് പണിയെടുക്കത്തില്ലേ. എല്ലാം എളുപ്പമൊഴിയല്ലേ. അരയ്ക്കാനും പൊടിക്കാനും മിക്സിയും ഗ്രൈൻഡറും, തുണി അലക്കാണെങ്കിൽ വാഷിംഗ് മെഷീൻ. പണിയെല്ലാം എളുപ്പം തീരും. പിന്നെ മുഴുവൻ ടിവിയുടെ മുമ്പിലല്ലേ. പിന്നെ എങ്ങനെ വണ്ണം കൂടാതിരിക്കും? സത്യം അതാണെങ്കിലും നമുക്കിത് പുറത്ത് പറയാൻ പറ്റൂ? ആ, പറഞ്ഞ അപ്പ കുടുംബകലഹം ഉറപ്പാ. അല്ല, ബാബുച്ചേട്ടൻ എങ്ങോട്ടാ രാവിലെ? ഞാനേ ആ ജോബിയെ തപ്പി ഇറങ്ങിയതാ. പീലിപ്പോസ് മുതലാളുടെ വീട്ടിലെ കുറച്ച് പ്ലംബിങ്ങിന്റെ പണികൾ ബാക്കിയുണ്ട്. കാശ് മേടിച്ച് അവൻ മുങ്ങി നടക്കുക. ഇന്നലെ കണ്ടപ്പോ ഇന്ന് ഉറപ്പായിട്ട് അവൻ വരാന്ന് പറഞ്ഞതാ. ഇത്ര നേരമായിട്ട് അവനെ കാണുന്നില്ല. വീട്ടിൽ ചെന്നപ്പം അവന്റെ ഭാര്യ പറഞ്ഞത് അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിന്നാ. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്തോ. ജോബിയുടെ ഫോൺ നമ്പറല്ലേ കയ്യില്? ഒന്ന് വിളിച്ചു നോക്കിയാ പോരായിരുന്നോ? ഓ, അത് ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്നതാ. എന്റെ നമ്പർ കണ്ട് അവൻ എടുക്കത്തില്ലെന്നേ. അവനറിയാം പണിക്കെല്ലാം വേണ്ടി ഞാൻ വിളിക്കുന്നെന്ന്. എന്തായാലും ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഇന്നെങ്കിലും അവനെ തപ്പിക്കൊണ്ട് ചെന്നില്ലെങ്കിലേ മുതലാളി എന്നെ ഇട്ടേക്കത്തില്ല. എന്നാ ശരി ആൽപ്പിച്ചായ. ശരി. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? മുതലാളിയോട് ഇനി ഞാൻ എന്ത് സമാധാനം പറയും? അയാളുടെ വായിരിക്കുന്ന മുഴുവൻ ഇന്ന് ഞാൻ കേൾക്കേണ്ടി വരും. ഇനി എന്തായാലും എനിക്ക് വയ്യ. തിരിച്ചു പോവാ. ആ, ഇവൻ ഇവിടെ വന്നിക്കണോ? എടാ ജോബി, കലിപ്പിലാണല്ലോ. എന്താ ബാബു? എന്താണെന്നോ? നിന്നെ ശരിയാക്കി തരടാ. എടാ, പീലിപ്പോസ് മുതലാളുടെ വീട്ടിൽ പണിക്കല്ലാന്ന് പറഞ്ഞ് കാശ് മേടിച്ച് നീ മുങ്ങി നടക്കലടാ. ഇന്നലെ കണ്ടപ്പോ നീ എന്നോട് എന്താ പറഞ്ഞേ? ഇന്ന് രാവിലെ ഉറപ്പായിട്ട് പണിക്ക് വരാന്ന്. എന്നിട്ട് ഇത്ര നേരമായിട്ട് നീ വന്നോ? എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ എനിക്ക് മനസ്സില്ല. നിന്റെ ഫോണിൽ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? അതെങ്ങനെയാ? എന്റെ കോൾ കണ്ട് നീ എടുക്കത്തില്ലല്ലോ. നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയെല്ലാം നടന്നറിയോ? നീ കാരണം ആ മുതലാളിയുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം. ഓ, അവന് അവന്റെ ഒരു മുതലാളി. എന്താ നിനക്ക് മുതലാളിയുടെ ഇത്ര പുച്ഛം? എടാ, പണിക്കല്ലാന്ന് പറഞ്ഞ് മുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നാണമില്ലാതെ ഇവിടെ വന്ന് നിൽക്കണോ? ഓ, അവൻ വീണ്ടും നിന്ന് താളം ചവിട്ടുക. എടാ, മര്യാദയ്ക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് വാ. ഇന്ന് നിന്നെ കൊണ്ട് ചെന്നില്ലെങ്കിലേ മുതലാളി എന്നെ ഇട്ടേക്കത്തില്ല. നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല. നിന്നെ കൊണ്ട് ഞാൻ പോകുന്നുള്ളൂ. എന്നാ നീ പോയത് തന്നെ. ഞാൻ ഇനി പണിക്കൊന്നും പോകുന്നില്ലടാ. നീ പണിക്കൊന്നും പോകുന്നില്ലേ? പിന്നെന്തിനാ മുതലാളിയുടെ കയ്യിൽ നിന്ന് നീ കാശ് മേടിച്ചത്? ഇതേ ഞാനിവിടെ പറഞ്ഞിട്ടാ മുതലാളി നിനക്ക് കാശ് തന്നത്. കാശ് ഞാൻ തിരിച്ചു തന്നേക്കാം. എപ്പോ? അത് കൈ കിട്ടുമ്പോ തിരിച്ചു തരാം. എടാ, നീ എന്തൊക്കെ പറയുന്നേ? എടാ, മുതലാളി ഇനെ വെച്ചേക്കത്തില്ല. അല്ല, പണിക്ക് പോകാതെ നീ എങ്ങനെ ജീവിക്കുന്നേ? എടാ, ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ പണിക്ക് പോയിട്ട് ഞാൻ മടുത്തു. എന്ത് കാര്യത്തിനാ? രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്താലും അവർ നല്ലത് വലുതും പറയോ? നീ നിന്റെ കാര്യം തന്നെ എടുക്ക്. നീ നിന്റെ മുതലാളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുതലാളി ഇതേവരെ നിന്നെ കുറിച്ച് നല്ലത് വലുതും പറഞ്ഞിട്ടുണ്ടോ?
ആ അത് ശരിയാ. ഞാൻ എന്തെല്ലാം നല്ല കാര്യം ചെയ്താലും മുതലാളി കുറ്റം മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. ആ മുതലാളിയുടെ ചില നേരത്തെ പെരുമാറ്റം കണ്ട് ഞാൻ വെടിവെച്ച് കൊല്ലം തോന്നും. പിന്നെ മാസം ശമ്പളം കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷം തോന്നും. എടാ, ഈ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിതം കളയണോ? മുതലാളിയെ പോലെ നിനക്ക് കോടീശ്വരനാകുന്നില്ലേ? ആഗ്രഹം ഉണ്ടായിട്ട് എന്താ കാര്യം? നടക്കണ്ടേ? എന്നാ നടക്കും. എങ്ങനെ? പറഞ്ഞു തരാം. ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പറിന്റെ 1ാം സമ്മാനം എത്ര കോടിയാണെന്ന് നിനക്കറിയോ? എത്രയാ? 12 കോടി. അതിന്? എടാ, 12 കോടി നമുക്കാണ് അടിക്കണെങ്കിലോ? നമുക്കെങ്ങനെ 12 കോടി അടിക്കുന്നേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കാണ് 12 കോടി അടിക്കണമെങ്കിൽ നമ്മൾ ആരാ? കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ, കഴിഞ്ഞ വർഷത്തെ ഓണം ബമ്പർ അടിച്ചത് ആർക്കാണെന്ന് നിനക്കറിയോ? ആ അത് പിന്നെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏതോ ജ്വല്ലറിലെ സെയിൽസ്മാൻമാരെല്ലാം കൂടി ഷെയർ എടുത്ത ടിക്കറ്റിനല്ലേ 1ാം സമ്മാനം കിട്ടിയത്. ആ, അതുപോലെ നമുക്ക് ഷെയർ ഇട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്താലോ? എടാ, അതൊക്കെ അടിക്കണമെങ്കിൽ ഭാഗ്യം വേണം. ലക്ഷക്കണക്കിന് ടിക്കറ്റ് അടിച്ചിറക്കുന്നത്. നമ്മളെടുക്കുന്ന ടിക്കറ്റിന് അങ്ങനെ സമ്മാനം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എടാ, നമ്മളെപ്പോഴും പ്രതീക്ഷയോടെ വേണം മുന്നേറാൻ. എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രാവശ്യത്തെ ബമ്പർ നമുക്കായിരിക്കും അടിക്കണത്. നമുക്ക് ഷെയർ ഇട്ട് 5-8 ടിക്കറ്റ് എങ്കിലും എടുക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിന് സമ്മാനം കിട്ടാതിരിക്കില്ല. അത് എടാ 5-8 ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിലേ എത്ര രൂപ നിനക്കറിയോ? ഒരു ടിക്കറ്റിന് 300 രൂപ വില. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരാളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാം. 3 പേരുകൂടി ഷെയർ എടുക്കുമ്പോഴേ ഒരാൾക്ക് കുറച്ച് കാശേ ആവത്തുള്ളൂ. പക്ഷെ സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന കാശ് കുറയും. എന്നാലും അത് സാരമില്ല. പക്ഷേ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റിയത് ആരാ ഉള്ളേ? ആ, നമുക്കേ ആ ടോമിച്ചിനെ കൂടി കൂടെ കൂട്ടാം. പാവം എത്ര നാളായി ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെടുന്നു. അവന് രക്ഷപ്പെടണ. നമുക്കിപ്പൊ തന്നെ ടോമിച്ചനെ കണ്ട് കാര്യം പറയാം. എടാ, അപ്പൊ മുതലാളി? ഓ, അവന്റെ ഒരു മുതലാളി. നിന്റെ മുതലാളിയോട് പോകാൻ പറ. കോടീശ്വരനാവാൻ പോകുമ്പോഴാ അവന്റെ ഒരു മുതലാളി. കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ നമ്മളെടുക്കുന്ന ടിക്കറ്റിന് തന്നെ സമ്മാനം കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നമ്മളെപ്പോലെ എത്രയോ പേര് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു. എടാ, എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്കൊരു ശുഭപ്രതീക്ഷ വേണം. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് സമ്മാനം കിട്ടുന്നതെങ്കിൽ നമ്മളൊക്കെ ആരാ? എന്നാലും അവൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. എടാ നീ ഈ ഓട്ടോ ഓടിച്ചെങ്ങനെ എത്ര നാൾ കഴിയും? രക്ഷപ്പെടണം നിനക്ക് ആഗ്രഹമില്ല? അതാ നമുക്ക് രക്ഷപ്പെടണ്ടേ? എടാ, 12 കോടിയാണ് 1ാം സമ്മാനം. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരാ? ടാക്സും കമ്മീഷനും എല്ലാം കഴിച്ചാലും ഒരു 9 കോടി രൂപയെങ്കിലും നമ്മുടെ കൈ കിട്ടും. 3 കോടി ഇവന്, 3 കോടി നിനക്ക്, ബാക്കി 3 കോടി എനിക്ക്. നീ പറയുന്നൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ 8 ടിക്കറ്റ് എടുക്കണമെങ്കിലേ എത്ര രൂപ വേണമെന്ന് നിനക്കറിയാവോ? 300 രൂപ വെച്ച് 8 ടിക്കറ്റിനെ 2400 രൂപ വേണം. അപ്പൊ ഒരാള് 800 രൂപ വെച്ച് മുടക്കേണ്ടി വരും. എടാ, വെറുതെ കയ്യിലെ കാശ് കളയണോടാ. ഇവൻ അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പന. എടാ ബാബു, നീ ഒന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്ക്. എടാ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ടോമിച്ച് നിനക്കൊരു മടി. ഛേ, എടാ, നീയും കൂടി രക്ഷപ്പെട്ടോടെന്ന് വിചാരിച്ചാ ഞങ്ങള് നിന്റെ അടുത്തേക്ക് വന്നത്. നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. എടാ, താല്പര്യക്കുറവന്റെ കാര്യമൊന്നും അല്ല. പിന്നെ എടാ, അതെ, ഒന്നാമത് ഞാൻ 800 രൂപ മുടക്കി ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാലേ എടാ, എനിക്ക് വീട്ടിലെ കാര്യം കൂടിയൊക്കെ നോക്കണ്ടേ? എടാ, ഇപ്പൊ നീ ഒരു 800 രൂപ മുടക്കിയാലേ നിന്റെ ജീവിതം മാറി മറിയാൻ പോകുന്നത്. എടാ, അത് മാത്രമല്ല, വേറെ വലിയൊരു പ്രശ്നമുണ്ട്. ലോട്ടറി എങ്ങാനും നമുക്കടിച്ചാലേ അവസാനം കാശിന്റെ കാര്യം പറഞ്ഞു നമ്മൾ 3 പേരോട് തമ്മിൽ തല്ലും. നമ്മുടെ കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളും കൂടി ഉണ്ടായാലേ എനിക്ക് കുഴപ്പമില്ല. എടാ, അങ്ങനെ ഒരാളെ എവിടെ പോയി കണ്ടുപിടിക്കും? അതിപ്പോ നമ്മുടെ ആൽബിച്ചായം വരുന്നുണ്ട്. ആൽബിച്ചായനും കൂടി ഇതിലുണ്ടെങ്കിലേ നമുക്ക് ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാം. ആൽബിച്ചായൻ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആൽബിച്ചായന് കാശിന്റെ വല്ല ആവശ്യമുണ്ടോ? എടാ ബാബു, കാശ് കിട്ടിയ ആരും വേണ്ടാന്ന് പറയത്തില്ല. ആൽബിച്ചായന് നമ്മുടെ കൂടെ ചേരും. നീ കണ്ടോ? എന്നാ മൂവർ സംഘം കൊണ്ട് ഒരു ഗൂഢാലോചന? അത് ആൽബിച്ചായ? വേണ്ട 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 വേണ്ട, ഞാൻ പറയാം. ആൽബിച്ചായന് ഒരു 2,25,00,000 രൂപ കിട്ടിയ ആൽബിച്ചായൻ വേണ്ടാന്ന് പറയോ? 2,25,00,000 രൂപയോ? ആ, അതെങ്ങനെ? അതൊക്കെ പറയാം. കാശ് ആൽബിച്ചായന് വേണോ വേണ്ടയോ?
എന്റെ ജോബി, കാശ് കിട്ടിയാൽ ആരെങ്കിലും വേണ്ടാന്ന് പറയോ? എന്നാൽ ആൽബിച്ചാൻ 2,25,00,000 രൂപയുടെ ഉടമസ്ഥനാവാൻ പോകുന്നു. അതിനുവേണ്ടി ആൽബിച്ചായം മുടക്കേണ്ടത് വെറും 600 രൂപ. നിനക്കെന്താ ജോബി, തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നത്? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം. ആൽബിച്ചായ, ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പറിന്റെ 1ാം സമ്മാനം എത്ര കോടിയാണെന്നറിയോ? 12 കോടി. ടാക്സും കമ്മീഷനൊക്കെ പോയാലും ഒരു 9 കോടി കൈ കിട്ടും. ആ 9 കോടി 4ആയിട്ട് വീതിച്ചാൽ ഒരാൾക്ക് 2,25,00,000 രൂപ വെച്ച് കിട്ടും. അത് ശരി, ലോട്ടറി അടിച്ച് കാശ് കിട്ടുന്ന കാര്യമാണ് താൻ പറഞ്ഞോണ്ട് വന്നത്. ഏതായാലും ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ഇട്ട് ലോട്ടറി എടുക്കാൻ തീരുമാനിച്ചു. ആൽബിച്ചാനും കൂടി കൂടിക്കോ. ആൽബിച്ചാനും കൂടി ഉണ്ടെങ്കിലേ ഒരു ഉഷാറാകൂ. ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാശ് കളയാനേ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നീയൊക്കെ വേറെ ആളെ നോക്ക്. അങ്ങനല്ല ആൽബിച്ചായ, ആൽബിച്ചായനും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യമാണ്. എന്താ ബാബു? ശരി, നിങ്ങളുടെ ഒരാഗ്രഹം ഞാനായിട്ട് തള്ളിക്കളയുന്നില്ല. അതെ അതെ അതെ, ആൽബിച്ചാൻ സമ്മതിച്ചു. എല്ലാവരും കൂടി കാശായിട്ടെ എന്റെ കയ്യിൽ തരിക. ഞാനൊരു 8 ടിക്കറ്റ് എടുത്ത് എന്റെ കയ്യിൽ സൂക്ഷിക്കാം. അത് വേണ്ട, നിന്നെ ഞങ്ങൾക്കാർക്കും ഒട്ടും വിശ്വാസമില്ല. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ ആൽബിച്ചാൻ ചെയ്തോളും. എന്താ ബാബു, അതുപോലെ? അത് മതി. ഇനി അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഇവന്മാരെല്ലാം ഇവിടെ വന്നിരിക്കുകയാണോ? എടാ, നിങ്ങൾ അറിഞ്ഞ ബമ്പർ അടിച്ചിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലാ. നിങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റിനാണോ സമ്മാനം എന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, 12 കോടി നമുക്കോ? ടിക്കറ്റ് എന്തിയടാ? ഞാനൊന്ന് നോക്കട്ടെ. ടിക്കറ്റ് ആൽബിച്ചാന്റെ കയ്യിലല്ലേ? നീ ആൽബിച്ചാൻ ഫോൺ വിളിക്കും. കൈ കിട്ടിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം. വർത്താനം പറയാൻ. എന്തായി? ആൽബിച്ചാൻ എടുക്കുന്നില്ല. എടാ, ഒന്നുകൂടി വിളിക്കണം. രക്ഷയില്ലടാ, എടുക്കുന്നില്ല. ഇനി ആൽബിച്ചായൻ ടിക്കറ്റായിട്ട് മുങ്ങിക്കാണോ? ആൽബിച്ചാൻ അങ്ങനെ മുങ്ങൊന്നുമില്ല. അതെന്തത്ര ഉറപ്പ് പറയാം? ആൽബിച്ചാൻ നിന്റെ ആരെങ്കിലും ആണോ? ആൽബിച്ചാൻ എന്റെ ആരുമല്ല. എങ്കിലും നിന്നേക്കാൾ ഞങ്ങൾക്ക് വിശ്വാസം ആൽബിച്ചാൻ. വിശ്വസിച്ചോണ്ടിരി. എന്നിട്ടിപ്പോ അയാളെന്തേ? ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞപ്പോ അതുമായിട്ട് അയാൾ അങ്ങനെ മുങ്ങി. എന്റെ കയ്യിൽ ടിക്കറ്റ് സൂക്ഷിക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ല. ഇപ്പൊ എന്തായി? അയ്യേ, വിശ്വസിക്കാൻ പറ്റിയൊരു സാധനം. നിങ്ങളിങ്ങനെ വഴക്കൂടാതെ. നിങ്ങളെടുത്ത ടിക്കറ്റിന് സമ്മാനം ഉറപ്പൊന്നുമില്ലല്ലോ. ചിലപ്പോ വേറെ ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടാവാ. വേറെ ആർക്കല്ല അടിച്ചിരിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെടുത്ത ടിക്കറ്റിന് തന്നെയാ സമ്മാനം അടിച്ചിരിക്കുന്നത്. ഈ മണ്ടന്മാരെ കൂട്ടാതെ ഞാൻ തന്നെ ടിക്കറ്റ് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. എങ്കിൽ ആ 12 കോടി എനിക്ക് തന്നെ കിട്ടിയാനെ. എടാ ടോമിച്ച, നീ നോക്കിയത് കാണാൻ ആൽബിച്ചാനൊന്ന് വിളിക്ക്. അതെ, നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടണ്ട. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഒന്നുകൂടി വിളിക്കാൻ. നീ വിളിച്ച് കാര്യം പറയ്. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അയാള് മനഃപൂർവ്വം എടുക്കാത്തതാ. ഞാൻ ഒന്നും കൂടി ഒന്ന് വിളിക്കട്ടെ. ഇനി നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല. അയാൾ എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിക്കണം. ടോമിച്ച, നീ ആ വണ്ടി എടുത്തോണ്ടോ അയാളെ മാർക്കറ്റ് വല്ലോടത്ത് ഒന്ന് നോക്കിയിട്ട് വാ. ചെല്ല് ടോമിച്ച, ചെല്ല്, വേഗം പോയിട്ട് വാ. അവനിങ്ങനെ വടി പോലെ നിക്ക. എടാ, അയാളെ എവിടെയാണെന്ന് പോയി കണ്ടുപിടിക്ക്. പോ. എനിക്ക് കിട്ടേണ്ട സമ്മാനം എല്ലാവരും കൂടി വീതിച്ചെടുക്കുന്നത്. എല്ലാവരും എങ്ങനെ ഷെയർ മേടിച്ച് അതെങ്ങനെ നല്ല ബുദ്ധിയൊന്നും സമയത്തിന് തോന്നില്ലല്ലോ. ആ ലോട്ടറി ടിക്കറ്റ് ഞാൻ എന്റെ കിട്ടിയിരുന്നെങ്കിൽ അതുമായിട്ട് അങ്ങോട്ട് മുങ്ങായിരുന്നു. ആൽബിച്ചാൻ ഇത് എവിടെ പോയി കിടക്കുന്നു? ആൽബിച്ചായ, എന്താ ചേട്ടാ?
ഓ ആൽബിച്ചാൻ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയല്ല അന്വേഷിച്ചു. ആൽബിച്ചാന്റെ ഫോൺ എന്തിയേ? ആ ടോമിച്ചിന് ആൽബിച്ചാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ഫോൺ എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ഒരു മീറ്റിങ്ങിന് കയറിയപ്പോഴേ സൈലന്റ് ആക്കിയതാ. ആഹാ ശരിയാ, കൊറേ മിസ് കോൾ കിടപ്പുണ്ട്. എന്നെ ബാബുച്ചേട്ടാ കാര്യം? ആൽബിച്ചയാ ബമ്പർ അടിച്ചത് നമ്മുടെ നാട്ടിലാ. ആർക്കാ അടിച്ചത്? ആർക്കാണെന്നറിയില്ല. ലോട്ടറി അടിക്കുന്ന വർക്കിച്ചാന്റെ സംശയം. നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ആണോ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നതെന്ന്. ആ ടിക്കറ്റിന്റെ ആൽബിച്ചയാ? ടിക്കറ്റ് എല്ലാം കൂടി ഒരു കവറിനകത്താക്കി ഞാൻ വീട്ടിൽ വെച്ചിരിക്കുക. എന്നാ ആൽബിച്ചാൻ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തുണ്ടോ? ആ ജോബിയാണ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അവൻ എന്നത്ര ബഹളം വയ്ക്കുന്നേ? അത് ആൽബിച്ചാനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടേ ലോട്ടറി ടിക്കറ്റുമായിട്ട് ആൽബിച്ചാൻ മുങ്ങിയെന്നാവും പറയുന്നേ. അത് ശരി. എന്നെ കുറിച്ച് നിങ്ങൾ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞങ്ങൾക്കാർക്കും അങ്ങനത്തെ അഭിപ്രായം ഇല്ല. ആൽബിച്ചാൻ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ജോബിയുടെ സ്വഭാവത്തെ കുറിച്ച് ആൽബിച്ചാൻ അറിയാലോ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങളുടെ ഒരു പ്ലാനും വിജയിക്കത്തില്ല. കാണിച്ചു തരാം ഞാൻ. അത് ശരി, അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി കാശടിച്ച് മാറ്റുള്ള പരിപാടിയാണല്ലേ? അനാവശ്യം പറയരുത്. താൻ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാനെന്താ ലോട്ടറി ടിക്കറ്റ് വിട്ടങ്ങ് മുങ്ങുമെന്ന് വിചാരിച്ചോ? ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് ആൽബിച്ചാൻ അറിയത്തില്ലേ? വേണ്ട വേണ്ട വേണ്ട, കൂടുതൽ സൂപ്പിക്കല്ലേ. താൻ എന്നെ കുറിച്ച് പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞു. ലോട്ടറി ടിക്കറ്റ് എന്റെ വീട്ടിലിരിപ്പുണ്ട്. അത് ഞാൻ എടുത്ത് തന്റെ കൈ കൊണ്ട് തരാം. എന്തിന്? ഇവന്റെ ടിക്കറ്റ് കൊടുക്കൊന്നും വേണ്ട. ടിക്കറ്റ് ഇവന്റെ കിട്ടിയാലേ ഇവന് അതോട്ടങ്ങ് മുങ്ങും. റിസൾട്ട് നോക്കി നമ്മക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നെങ്കിലേ ആൽബിച്ചാൻ തന്നെ ബാങ്കിൽ ഏൽപ്പിച്ചാൽ മതി. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇയാൾ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ ആൽബിച്ചാൻ ടിക്കറ്റുമായിട്ട് വരാന്ന് പറഞ്ഞില്ലേ? എടാ അതിന്റെ കളി നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. എടാ നമ്മൾ എടുത്ത ടിക്കറ്റ് മാറ്റി വെച്ചിട്ട് സമ്മാനം കിട്ടാത്ത ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് നമ്മൾ എടുത്ത ടിക്കറ്റ് എന്ന് പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? എടാ നിന്നെ പോലെ ഒരു ചതിയനല്ല ആൽബിച്ചായൻ. മാത്രമല്ല നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ടിക്കറ്റിന്റെ ഫോട്ടോ ഞാൻ എന്റെ മൊബൈൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിന്റെ മൊബൈൽ എന്തേ? മൊബൈൽ വീട്ടിലിരിപ്പുണ്ട്. ഓ, ആവശ്യമുള്ള സമയത്ത് അവൻ മൊബൈൽ എടുക്കൂല. അല്ലെങ്കിൽ 24 മണിക്കൂറും മൊബൈലും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവനാ. നീ കിടന്ന് പടക്കില്ലേ? ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ നീ ഇവിടെ കിടന്ന് താളം ചവിട്ടാതെ പോയി എടുത്തോണ്ട് പോടാ. കൊണ്ടുവരാം. അല്ല പിന്നെ ദൈവമേ, ആ ടിക്കറ്റിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കണം സമ്മാനം അടിച്ചിരിക്കുന്നത്. എന്റെ കർത്താവേ, ദൈവമേ, കർത്താവേ, 12 കോടിയാ അടിച്ചാ ഞാൻ ആരാ? ഓർക്കുമ്പോ തന്നെ കുളിര് വരുന്നു. ഇവിടെ കണ്ടാണല്ലോ വെച്ചത്. അയ്യോ, ടിക്കറ്റ് എല്ലാം എന്ത് ചെയ്യും? ഞാൻ ഈ മേശ ഡ്രോയിലാണല്ലോ വെച്ചത്. സോഫി, സോഫി, ഇവിടെ എവിടെ പോയി കിടക്കുക? സോഫി, ദ്രോഹി. ആൽബിച്ചാൻ എന്തായി ചെയ്യുന്നേ? മിണ്ടരുത്. 12 കോടി പോയല്ലോ ദൈവമേ. 12 കോടിയോ? ആൽബിച്ചാൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് എന്തൊക്കെയാ പറയുന്നേ? അതെടി, ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഇതെന്താണെന്ന് നിനക്ക് അറിയോ? ഇതാ മേശയുടെ ഡ്രോയിൽ കിടന്നതാ. എന്തൊക്കെയോ കുറെ പേപ്പറും പഴയ ബില്ലുകളൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോ എല്ലായിടത്തും കത്തിച്ചു. കത്തിച്ചു കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ഈ കവറിനകത്തെ ഞാൻ കുറച്ച് ലോട്ടറി ടിക്കറ്റ് വെച്ചിരുന്നു. ഞങ്ങൾ കുറെ പേരോട് പിരിവെടുത്ത് വാങ്ങിച്ച ക്രിസ്മസ് പുതുവത്സര ബമ്പറായിരുന്നു അത്. അയ്യോ, എന്നിട്ട് റിസൾട്ട് നോക്കിയില്ലേ? ഇന്ന് 3 മണി കഴിഞ്ഞപ്പോഴാ ഇത് നറുക്കെടുത്തത്. അതിന്റെ റിസൾട്ട് നോക്കാനാ ഞാൻ ഓടി വന്നത് ഇങ്ങോട്ട്. അയ്യോ ആൽബിച്ചായ, ഇതിനകത്ത് ലോട്ടറി ടിക്കറ്റ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ലെന്ന്? പേപ്പർ കത്തിക്കുന്നതിന് മുമ്പ് നിനക്ക് നോക്കിക്കൂടായിരുന്നു അത്? ഞാൻ നോക്കിയതാ. ആൽബിച്ചാൻ ലോട്ടറി ഒന്നും എടുക്കാത്തോണ്ട് ഞാൻ അത്രയ്ക്കൊന്നും ശ്രദ്ധിച്ചില്ല. മിണ്ടി പോരു നീ. എന്ത് പറഞ്ഞാലും നിനക്ക് കുറെ ന്യായങ്ങളുണ്ട്. എന്റെ കർത്താവേ,
12 കോടിയായി കത്തിച്ചിട്ടിരിക്കുന്നേ. നിങ്ങളെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ഉറപ്പൊന്നുമില്ലല്ലോ. നോക്കാതെ എങ്ങനെ അതറിയുന്നേ? 12 കോടി അടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലാ. എല്ലാവരും ഇവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ടിക്കറ്റും എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് പോന്നതാ ഞാൻ. എന്റെ കർത്താവേ, അവരോടൊക്കെ ഞാൻ എന്തോ സമാധാനം പറയും. അത് ആൽബിച്ചായ മിണ്ടരെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കാനായിട്ട് വന്നോളൂ. മേലിൽ ഞാൻ വെക്കുന്ന ഒരു സാധനം തൊട്ടു പോരുത്. നിന്നെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. ഒരിക്കലെങ്കിലും എനിക്ക് നീ സമാധാനം തന്നിട്ടുണ്ടോ? നീ കാരണം എനിക്ക് എപ്പോഴും നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇനി മേലിൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്. ആൽബിച്ചായ, എന്താ ആൽബിച്ചായ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലോ. നീ അറിഞ്ഞോണ്ട് തന്നെ ചെയ്തതാ. അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും നല്ലത് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഇങ്ങനെയൊന്നും പറയില്ല ആൽബിച്ചായ, എനിക്ക് സങ്കടാവും. സങ്കടം? എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നുള്ളല്ലേ നീ? മറ്റുള്ള വീടുകളിലെ ഭാര്യമാര് അവരുടെ ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറുന്നത് നിനക്കറിയോ? സ്നേഹത്തോടു കൂടിയാ പെരുമാറുന്നത്. എന്നാ നീയോ? എപ്പ നോക്കിയാലും നീ എന്നെ കളിയാക്കും. ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ നീ അനുസരിക്കുവോ? തർക്കുത്തരം പറഞ്ഞോണ്ട് വരും. ഓ, നിന്നെ കല്യാണം കഴിച്ചതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. ആൽബിച്ചായ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആൽബിച്ചായ, വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പിന്നീട് അത് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. നീ എന്നെ പഠിപ്പിക്കണം. എല്ലാം നശിപ്പിച്ചിട്ട് അവളൊന്ന് പ്രസംഗിക്കുന്നു. എന്റെ മുമ്പിൽ നിന്ന് വാചകം അടിക്കാനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? രാവിലെ എഴുന്നേക്കുമ്പോ തൊട്ട് അവളുടെ വാചകടി കേൾക്കണം. എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലേ. വാചകടി കേട്ടാ അവളെ ഈ കുടുംബം ഭരിക്കുന്നെന്ന് തോന്നുന്നു. എന്റെ സമാധാനം കളയാത്ത നിനക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോയിക്കൂടെ? ദൈവമേ, ഞാൻ ഇനി എന്ത് സമാധാനം പറയും? വീണ്ടും വിളിക്കുന്നല്ലോ. ഹലോ. ആ, ഞാൻ വീട്ടിലുണ്ട്. ഇപ്പൊ വരാം. ആ, ഞാൻ എന്റെ വീട്ടിൽ പോവാ. ആൽബിച്ചാന് ശല്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും വരില്ല. സോഫി, ഞാൻ അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. നീ എന്നോട് ക്ഷമിക്ക്. ആൽബിച്ചാന് ഇനിയും ദേഷ്യം വരില്ലേ? അപ്പോ വീണ്ടും എന്നോട് ഇതൊക്കെ തന്നെ പറയില്ലേ? ആൽബിച്ചാന്റെ മനസ്സിൽ എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സോഫി, ലോട്ടറി ടിക്കറ്റ് നഷ്ടപ്പെട്ട ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഞങ്ങൾ എല്ലാവരും കൂടി പിരിവെടുത്താ ടിക്കറ്റ് വാങ്ങിയത്. നമ്മുടെ ഈ നാട്ടിൽ ആർക്കുമാണത് അടിച്ചതെന്ന് അറിഞ്ഞപ്പോ
ഒരാകാംക്ഷ തോന്നി. അതുകൊണ്ട് അപ്പൊ തന്നെ ഓടി വന്ന് ടിക്കറ്റ് പരിശോധിക്കാന്ന് വെച്ചത്. ഞങ്ങളെടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ എല്ലാം ഫോട്ടോ ബാബുച്ചേട്ടൻ ഫോണിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനും സമ്മാനമില്ല. ബാബുച്ചേട്ടൻ ഇപ്പോഴാ എന്നെ വിളിച്ചു പറഞ്ഞത്. എന്റെ മുൻകോപം കാരണമാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്നോട് ക്ഷമിക്കേ. ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. എത്ര പെട്ടെന്ന് ആൽബിച്ചാൻ പറഞ്ഞ് അവസാനിപ്പിച്ച് ഈ കഴിഞ്ഞ നിമിഷങ്ങളില് ഞാൻ അനുഭവിച്ച വേദന അത് ആൽബിച്ചാന് മനസ്സിലാവില്ല. സ്നേഹബന്ധങ്ങൾ പൊട്ടിത്തകരാൻ ഒരു ചെറിയ വാക്ക് മതി. പിന്നീടത് പൂർവ്വസ്ഥിതിയിലാക്കാൻ 1000 വാക്കുകൾക്ക് പോലും കഴിയില്ല. ജീവിതത്തിൽ എന്തൊക്കെ വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു ജീവിത പങ്കാളി കൂടെ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സോഫി, ഞാൻ ആൽബിച്ചായന്റെയും മുൻകോപ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇനി ഞാൻ നിന്നോടൊന്നല്ല ആരോടും ദേഷ്യപ്പെടില്ല. സത്യമായിട്ടും ദേഷ്യപ്പെടില്ല. ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശരികളിൽ ഒന്നാണ്. ഏതൊരു ഹൃദയത്തിലാണോ ആ മഹത്തായ കഴിവുള്ളത്, ആ ഹൃദയത്തിനുടമ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല. കോപത്തിന്റെ ഒരു നിമിഷം നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചാൽ ദുഃഖത്തിന്റെ 1000 നിമിഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തന്നെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിച്ച യേശുക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് ക്ഷമ എന്ന മഹത്തായ പുണ്യം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വളർത്തി